ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരമില്ല എന്ന് വെച്ചാല് എല്ലാം വൈകി അവിടെ ഇങ്ങനെ കിടന്ന് നേരം വൈകി. ശരിക്കും നേരം ഇല്ലായിട്ടില്ല, കാരണം ഇന്ന് പൊറാട്ടയാണ് കടി ഉദ്ദേശിച്ചത്. അപ്പൊ ഒന്നും കൂടി സ്ലോ ആയി. ഇന്നലെ ഉണ്ടാക്കി വെച്ച ബീഫ് ഉണ്ട്, പകുതി ഇന്നലെ 1 കിലോന് കൊടുത്തിട്ട് അതിന്റെ പകുതി അപ്പൊ വേവിച്ച് വെച്ചിരുന്നത് ആകത്തിൽ ഉണ്ടാക്കാൻ വെച്ച് കിടന്ന് കടി എന്താ ഉണ്ടാക്കുക, പൊറാട്ട ഉണ്ടാക്കുക, ദോശ ഉണ്ടാക്കുക, അങ്ങനെ തീരുമാനിച്ച് കിടന്ന് അങ്ങനെ പൊറാട്ടനാക്കാം. അവന് പൊറാട്ടൊക്കെ വിളിച്ച് നടന്ന് പൊറാട്ടകളോടത്ത് മുഴുവൻ വരി ഫുള്ള് വരി ഇങ്ങോട്ട് പറയുന്നത്. എല്ലാവരും ഇന്ന് പൊറാട്ട തോന്നുന്നുണ്ട്. പിന്നെ അതിന്റെ പുറമെ എന്ത് ചെയ്ത് ചിക്കനാണ് അത്താഴത്തിന് ചിക്കൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം മീനൊക്കെ കുട്ടിയൊക്കെ താല്പര്യമില്ല. വന്നിട്ടുള്ളൂ. ഇറച്ചിയോടെ ബന്ധുക്കണ ബീഫ് ഞാന് ഗ്രേവി ഒക്കെ വെച്ചിട്ടുണ്ട്. അതെ, പൊറാട്ട കൊണ്ടുവന്നിട്ടുണ്ട്. വസ്തൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. ഫുൾ കട്ടിങ്ങിലാണ് ഞങ്ങൾ കണ്ടില്ലേ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മുടെ നോമ്പ് ഇന്ന് 7ാം നോമ്പിന്റെ വിശേഷങ്ങളാണ്. അപ്പോൾ ഇന്നിപ്പോ നമ്മളെ കൊച്ചു വീഡിയോയില് ഇതൊക്കെയാണ് പകർത്തിയിട്ടുള്ളത്. ഇന്നിപ്പോ നമ്മളെ ഭക്ഷണം എന്ന് വെച്ചാൽ വൈകുന്നേരത്തെ നമ്മുടെ നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം എന്ന് വെച്ചാല് ബീഫ് ഫ്രൈ, അതുപോലെ തന്നെ ദോശ ഉണ്ടാക്കാം. ആ ദോശ ചട്ടി അല്ലേ, അപ്പൊ അതാണ്. പിന്നെ നാരങ്ങ വെള്ളം ഇതൊക്കെയാണ് ഇന്ന്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ അന്നത്തെ വീഡിയോയിൽ. അതെ, ഓക്കെ. അപ്പൊ വളരെ ലളിതമായ ഒരു നോമ്പ് തുറ നിങ്ങൾക്ക് കാണിച്ചു തരട്ടാം ഇന്നത്തെ അല്ലേ. നാരങ്ങളൊക്കെ കരകര കലക്കുണ്ട്. ഓക്കെ, കണ്ടില്ലേ ജ്യൂസും കാര്യങ്ങളും. നാരങ്ങ വെള്ളം ആ വച്ച ഇങ്ങനെ കേൾക്കണ ഓർമ്മല്ലേ? ആ വൈകുന്നേരം നേരത്തെ ഇനി അധികം നമുക്ക് നാരങ്ങളുടെ കലക്കണീന്റെ വച്ച കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇനി അധികം നേരം എപ്പോൾ നോമ്പ് തുറക്കാം എന്നൊക്കെ മനസ്സിൽ തോന്നും. പിന്നെ സ്ഥിരമായിട്ടുള്ള വത്തക്ക കുട്ടികളൊക്കെ ചോദിക്കണ്ടേ, അല്ലപ്പ ഇതിനുള്ള പീടിയിലേന്ന് ചോദിച്ചു കുട്ടികളെന്ത് പൊന്നൊക്കെ ചോദിച്ചു. അപ്പൊ നാളെ വാങ്ങാൻ നമുക്ക് വേറെ. പോവാൻ ചോദിക്കണില്ല. അത്താഴത്തിന് എന്താ ഓരോരുത്തർക്ക് പേരിനാണ്ട് വെക്കണ ഫ്രൂട്ട് കൊടുന്നതിനാണ്. അതിന്റെ ഒന്നും ആവശ്യമില്ല. ശരിക്കും വത്തക്ക് വെള്ളം കുടിച്ചാൽ തന്നെ പള്ളറിഞ്ഞു. അപ്പൊ ഞാൻ 5-6 മിനിറ്റേ ഉള്ളൂ കേട്ടാ. അപ്പൊ ഇവിടെ ചായ ഇവിടെ ഇങ്ങനെ തിളക്കുന്നുണ്ട്. ബീഫ് മസാല റെഡി ആയി വെച്ചിട്ടുണ്ട്. ബീഫ് ഫ്രൈ ആണ് കുട്ടിമ്മ ഉദ്ദേശിക്കുന്നത്. പക്ഷെ പൊറാട്ട ആകുമ്പോൾ ലേശം ഒരു വെള്ളം മാണ്ട വെച്ചിട്ട് ഫുള്ളാണ് ഫ്രൈ ആക്കിയിട്ടില്ല. 2 3 അല്ല ഈ പെൺകുട്ടികൾ ശരിക്കും പന്ത് കളിച്ചോ? എന്ത് കളിയാ ഞങ്ങള് കളിച്ചേ? ഇവനോ? ഇടക്കല്ലേ അത് അധികം ആരാവല്. അല്ല എന്ത് കളി കളിച്ചേ മോളൂട്ടെ? അങ്ങനെ കളിയാണല്ലേ? സങ്കല്പിച്ചു കാണ്ടില്ലാണല്ലേ? അപ്പൊ നോമ്പറക്കാൻ ഒരു 5 മിനിറ്റ് ഉള്ളൂ. അപ്പൊ ആളുടെ ഗ്യാപ്പിൽ ഇവിടെ മോളുടെയും മോനും പൊന്നൊക്കെ കൂടി നല്ല കളിയിലാണ് കേട്ടവര്. അപ്പൊ ഇനി നോമ്പറക്കാൻ അധികം സമയം ചേട്ടാ. നിങ്ങൾക്ക് നോമ്പില്ല മോളാ പൊന്നോ? മോനെ നോമ്പ് കുറിച്ചിക്കണ ഉണ്ടല്ലേ? കളി കണ്ടിട്ട് ഇല്ലാത്തായി തോന്നുന്നു കേട്ടാ. മോൾട്ടിയാ ആ പാന്റ് കയറ്റടി ആദ്യം. പാന്റ് നല്ല പോലെ കയറ്റിയേക്ക്. അത് നിങ്ങൾ അഴിഞ്ഞടിക്കാണ്ട് അതൊന്നും പറ്റൂല. അപ്പൊ ബാങ്ക് കൊടുക്കാൻ ഞാൻ കുറച്ച് നേരം ഉള്ളൂ കേട്ടോ. അപ്പൊ ഞങ്ങൾ ഭക്ഷണമൊക്കെ കൊണ്ടാക്കാം. ആറി അപ്പൊ ബാങ്ക് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ നോമ്പ് തുറക്കാൻ പോകും. നേരത്തെ പറഞ്ഞ പോലെ ബീഫ് ഫ്രൈ, പൊറാട്ട, നാരങ്ങ വെള്ളം, ഫ്രൂട്ട്സിന് വെച്ചിട്ടുള്ളത് വത്തക്ക, നല്ല പാൽ ചായ, ചൂട് അടിപൊളി ചായ. അപ്പൊ പൊന്നു കുളിക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇരിക്കാൻ പോണേ. ആയിക്കോട്ടെ. ബാങ്ക് കുളിച്ചു. പൊന്നു കുളിക്കാണ്. ഞങ്ങൾ നോമ്പറക്കാൻ പോകുന്ന ഒന്നിച്ചെന്നെ കഴിക്കും. അതെ, അപ്പൊ ഞങ്ങൾ നോമ്പ് തുറക്കാൻ പോണ്. പിന്നെ
ഇന്ന് ഒന്നിച്ചേനെ കഴിക്കാണ്ട് നിസ്കരിച്ചെന്നിട്ട് പിന്നെ കഴിക്കാനൊന്നുമില്ല. എന്താ വെച്ചാൽ പൊരിക്കടി കാര്യങ്ങളൊന്നുമില്ല. പൊറാട്ട ആയതുകൊണ്ട് പൊറാട്ടയും ബീഫും കുടുംബം ആയതിൽ എല്ലാവരും ഇരുന്നിട്ടുണ്ട്. ഓക്കെ ലൈറ്റ് വരുള്ളൂ. നല്ല രസമുള്ള മതി. അപ്പം ഞങ്ങൾ ഇനിയിപ്പോൾ കഴിക്കാൻ പോവാണ്. അതുപോലെ തന്നെ രണ്ടാമത് കഴിക്കാൻ ഒന്നിച്ച് പരിപാടി കഴിയും. എന്താണ് ഇറച്ചി തോന്നണ്ടേ? മസാല കുറവാ? മസാല പാടില്ല. മസാല ഞാൻ എടുത്തോണ്ട് മാറ്റിച്ചമ്മ. ഇറച്ചി എടുത്ത എനിക്ക് മസാല ഇഷ്ടം. ആ ഇറച്ചി തോന വേണോ? ആ പീസ് ഇട്ടാരാ? ഇറച്ചി കുറവാണ്. മസാല ഇടാൻ പാടിയ ഉള്ളി ഇടാൻ പാടിയ ഒന്നും നമ്മളെ ഇറച്ചി ഒറ്റക്ക് വേവിച്ചാണ് കൊടുക്കുക അല്ലേ? അതാണ് സംഭവം. പീസൊക്കെ മിക്സിയിൽ അരച്ചു കൊടുത്താൽ എങ്ങനെ പൊറോട്ട ബീഫ് ഫ്രൈ കൂടി ഒരു കുഴപ്പം ഉണ്ടാവുള്ളൂ. യാക്കൂബിന്റെ പൊറോട്ട അല്ല എന്നുള്ളൊരു കുഴപ്പം ഉണ്ടാവുള്ളൂ അല്ലേ? വേറെ അടിപൊളി അല്ലേ? അവൻ മൂളാൻ മടി. ഞാൻ ഉണ്ടാക്കിയ ബീഫല്ലേ മോശം. രസമില്ല. വേറെ ഒരാളുണ്ടാക്കിയ ഫുഡ് ഭയങ്കര രസമാണ്. കാരണം നമ്മൾ ഉണ്ടാക്കിയ ഞാൻ കയറത് വേറെ ആളുണ്ടാക്കിയല്ലേ. മോനോ രസമില്ല ഒന്നും പറയാ വാക്കുകളില്ലേ? നിങ്ങൾ തിന്നാതെ പോയി പറഞ്ഞേ. ഓനാണ് പറഞ്ഞത്, ഞാനല്ല. ഞാൻ പറഞ്ഞോളാ. അപ്പൊ ഞാൻ ഏതായാലും ഇതിന്റെ യഥാർത്ഥം പറഞ്ഞുതരാം. ഇപ്പൊ നോക്കട്ടെ എങ്ങനെയുണ്ട് നോക്കട്ടെ. ഇപ്പൊ പൊറാട്ട പൊതുവെ ആളുകൾ കൂടുതൽ ഇങ്ങനെ തിങ്ങി നിൽക്കുന്നതുകൊണ്ട് അടിച്ചു വിടുകയാണ്. അധികം ഇത് വീശി വെയിറ്റ് ചെയ്യണമെന്നില്ല ഇവര്. അപ്പൊ യഥാർത്ഥ പൊറാട്ട ഒരു ദിവസം ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ് അവിടെ അല്ലേ? ഉറപ്പായിട്ടും വേണം. അത് ഞാൻ നോക്കട്ടെ. പുടുത്തം വിട്ട ഐറ്റാണ്. പൊറാട്ട കുറച്ച് കട്ടിങ്ങാനുള്ള ഐറ്റാണ്. പക്ഷേ ബീഫ് ഫ്രൈ ഇതായതുകൊണ്ട് അടിപൊളിയാണ്, ഒന്നും പറയില്ല. ഇല്ല പൊന്നോ സൂപ്പറല്ല? മസാല പാടില്ല അല്ലേ പൊന്നോ? അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ 7ാമത്തെ നോമ്പ് നമ്മൾ നോമ്പ് തുറന്നു. ഈ ഫുള്ളായിട്ടുള്ള നോമ്പ് 30 നോമ്പ് എടുക്കാനുള്ള സൗഭാഗ്യം അല്ലാഹ് നമുക്കെല്ലാം ഏത് തുറന്നു നോമ്പ് തുറന്നു അല്ലാഹ് അതിനുള്ള ആഫിയത്ത് തരട്ടെ, ദീർഘായുസ്സ് തരട്ടെ എല്ലാവർക്കും അല്ലേ? അപ്പോൾ നമ്മളെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൊരിക്കടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ബത്തൊക്കെ തിന്നാൻ പറ്റി. മറ്റേ ബത്തൊക്കെ അതേപോലെ ഇരിക്കലാണ്. ഇതിപ്പോ എന്ത് ഞാൻ ഇഷ്ടം പോലെ ബത്തൊക്കെ നിന്നിട്ടാണ് ഞാൻ പൊറാട്ട നിന്നത്. നല്ല ഈ ചൂടത്ത് വെള്ളം ചെല്ലാൻ നേരത്തെ പറഞ്ഞ ആളിതാ നോൽപ്പ് നോൽക്കാതെ ഫ്രൂട്ട് തിന്നുന്ന ആളിതാ. ആകെ ആവശ്യം പച്ചമുന്തിരി, വേറെ ഫ്രൂട്ടിന്റെ ഒന്നും ആവശ്യമില്ല. കുട്ടിമോനെ ബീഫ് ഫ്രൈ ഉണ്ട്. അപ്പോ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളൂ. എന്നാ സെൽഫി ഒക്കെ അപ്പൊ പ്ലാൻ ചെയ്ത് ദോശ പത്തിരി എന്താ ഉണ്ടാക്കുന്ന പ്ലാൻ ചെയ്ത് ഏതായാലും പൊറാട്ടയും ബീഫ് ഫ്രൈ നല്ല ചൂടുള്ള പാൽച്ചായ. അത് ഞാൻ അങ്ങനെ ഇടയ്ക്ക് പറയും. കാരണം എനിക്ക് എരിവുള്ള നല്ല ബീഫ് ഫ്രൈ പറയാൻ ചൂടുള്ള പാൽച്ചായ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചൂടുള്ള പാൽച്ചായ, അതേപോലെ വറുത്തരച്ച ചിക്കൻ കറി, അതൊക്കെ ഇപ്പൊ സ്പെഷ്യൽ ഇങ്ങനെ പറയും. വറുത്തരച്ച ചിക്കൻ കറി എന്ന് പറയും. ചൂടുള്ള പാൽച്ചായ ബീഫോ അടിപൊളിയാ. മതി. മോന് സത്യം പറയും, മോനും ഭാവിയൊക്കെ സത്യം പറയും. കുട്ടിമോൻ പിന്നെ ആളെ ടെൻഷൻ ആവും ചോദിച്ചാൽ കുട്ടിമോൻ അങ്ങനെയൊക്കെ രസം ഉണ്ട് ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയും. കുട്ടിമോൻ തന്നെ ഒരാള് ഇതാക്കൂല, വിഷമിക്കണ്ട വെച്ചിട്ട് ഇല്ലെങ്കിലും ഓനെ ആണ്ട് രസമുണ്ട് എന്ന് പറയും. പറയും ഇപ്പൊ പറയും ടേസ്റ്റ് ഇങ്ങനെ ആളോ ഇതില് എന്തിന്റെ കുറവുണ്ടിട്ടാ ടേസ്റ്റ്. അപ്പൊ നമുക്ക് പറയുമ്പോഴല്ലേ നമ്മൾ നന്നാക്കുള്ളൂ. ഇതിങ്ങനെ കുഴപ്പമില്ലാന്ന് പറയുമ്പോ എന്നും അതേ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. ആൾക്ക് എന്തുണ്ടാക്കി കൊടുത്താലും കുഴപ്പമില്ലാന്ന് പറയും. അപ്പൊ ടേസ്റ്റ് ഇല്ലായില്ല അതിലെന്തെങ്കിലും കുറവുള്ളൊക്കെ പറയുമ്പോഴാണ് നമുക്ക് പിന്നെ അത് നന്നാക്കാൻ പറ്റും. അങ്ങനെ പറയണം ശരിക്ക്. അപ്പൊ ഉള്ള സത്യം പറയണം. അപ്പൊ നമ്മള് കുഴപ്പമില്ലാന്നൊക്കെ പറയുമ്പോ ആ ആളെ പൊള്ളല്ലേ പറയണേ. അപ്പൊ ഒരു വല്യുള്ളി ഇല്ല, കുറച്ച് തോനെ ചെറിയ ഉള്ളി ഉള്ളിക്ക് വില കൂടുതലുണ്ടാ കുറവുണ്ടാ. ഞാൻ തോനണ്ട ഉള്ളിക്ക് വില കുറവാ അല്ലെങ്കിൽ തക്കാളിക്ക് വില കുറവാന്ന് ചോദിക്കും. ഞാന് നല്ല തോനെടുക്കാൻ പറ്റുള്ളൂ.
ഇന്ന് ചെറിയുള്ളി എല്ലാം ഇട്ട് വെച്ച് കാച്ചി. അപ്പൊ ഇന്നത്തെ വീഡിയോ തോന്നും കേട്ടോ. അപ്പൊ എല്ലാവർക്കും നാളത്തെ നോമ്പുത്തറ എങ്ങനെയാന്ന് പറയാൻ പറ്റൂല. എല്ലാവരും ആയുസിന് നേടിത്തറ്റ. എല്ലാവർക്കും ബായ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ലൈക്ക് ചെയ്യുക. കുട്ടികളോട് മോന് ഫുള്ള് നോമ്പ് നോക്കിക്കണം. മോനെ നോമ്പ് ഞാൻ അത്താഴത്തിന് നീച്ചുമ്പോ പറയും മോനോ എന്നുവെച്ച് നീച്ചണ്ടട്ടാന്നറിയും. അപ്പൊ എളുപ്പം നീച്ചു വരും. അതാണ് മോനെ നീക്കാനുള്ള ഐഡിയ. എന്നാ ഓക്കെ.